നമുക്ക് ആദ്യം ബിരിയാണിക്ക് ആവശ്യമുള്ള ഇറച്ചി മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഞാനിവിടെ 450 ഗ്രാം ഇറച്ചി എടുത്തിട്ട് മീഡിയം സൈസിൽ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല പൊടി, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 2 ടേബിൾ സ്പൂൺ നല്ല കട്ട തൈര്, ഇതെല്ലാം കൂടി ഇട്ട് നല്ലോണം ഇളക്കി യോജിപ്പിച്ചിട്ട് ഒരു മിനിമം അരമണിക്കൂറെങ്കിലും മാരിനേറ്റ് ചെയ്ത് വെക്കാം. നിങ്ങൾക്ക് തലേ ദിവസം തന്നെ മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കുന്നതാണെങ്കിൽ അതും നല്ലതാണ്. എത്ര നേരം ഇത് മാരിനേറ്റ് ആവുന്നു അത്രയും തന്നെ ഇതിലൊക്കെ മസാല കറക്റ്റായിട്ട് പിടിച്ചോളും. നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്കിത് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അടുത്ത് നമുക്ക് ബാസ്മതി കുതിർത്ത് വെക്കാം. ഞാനിവിടെ 2 കപ്പാണ് അരി എടുക്കുന്നത്. 2 കപ്പ് അരി എനിക്ക് 400 ഗ്രാം വന്നായിരുന്നു. അതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ച് ഒരു 20 മിനിറ്റ് കുതിർത്ത് വെക്കാം. ബിരിയാണി ഉണ്ടാക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങളിത് കുതിർത്താൽ കറക്റ്റായിട്ടുണ്ടാകും. അഥവാ 20 മിനിറ്റിന് മേളിലായിട്ടുണ്ടെങ്കിൽ 20 മിനിറ്റ് ആകുമ്പോൾ നിങ്ങൾ ഈ വെള്ളം ഊറ്റി കളഞ്ഞിട്ട് അരി മാത്രമായിട്ട് വെച്ചാൽ മതി. അപ്പോൾ 400 ഗ്രാം അരിക്ക് ഞാൻ 450 ഗ്രാം ഇറച്ചി എടുത്തിട്ടുണ്ട്. നമുക്ക് ബിരിയാണിക്ക് പാത്രം വെക്കാം. പാത്രം നല്ലോണം ഒന്ന് ചൂടായതിന് ശേഷം 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കാം. എന്നിട്ട് അതിലേക്ക് 3 ബിരിയാണി ഇല, 2 ചെറിയ കഷ്ണം കറുവപ്പട്ട, 1 ടീസ്പൂൺ പെരിഞ്ജീരകം, 1 തക്കോലം, 4 ഗ്രാമ്പ് എല്ലാം കൂടി ഇട്ടൊന്ന് താളിച്ചിട്ട് അതിൽ തന്നെ 2 നീളത്തിലരിഞ്ഞ് സവോളയും കൂടി ചേർക്കാം. എന്നിട്ട് ഈ സവോള വഴണ്ടാനുള്ള ഉപ്പും കൂടി നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1 ടീസ്പൂൺ നെയ്യും കൂടി ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് നെയ്യ് താല്പര്യമാണെങ്കിൽ ഇച്ചിരി കൂടി ചേർക്കാവുന്നതാണ്. ഞാൻ 1 ടീസ്പൂണേ ചേർക്കുന്നുള്ളൂ. ഞാൻ 2 ടേബിൾ സ്പൂൺ എണ്ണയും 1 ടീസ്പൂൺ നെയ്യുമാണ് ചേർക്കുന്നത്. ഇത് നമുക്കിതൊന്ന് അടച്ച് വെക്കാം ഒരു 2 മിനിറ്റത്തേക്ക്. ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞ് സവാളയൊക്കെ നല്ലോണം ഒന്ന് വഴണ്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. സവാള ഒരു പകുതി വഴണ്ട് വരുമ്പോഴേക്കും ഇതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്യാം. നേരത്തെ നമ്മൾ 1 ടീസ്പൂൺ മാരിനേഷനിൽ ഇട്ടിട്ടുണ്ട്. അതല്ലാതെ 1 ടീസ്പൂൺ ഇതിൽ ആഡ് ചെയ്യണം. ആഡ് ചെയ്തിട്ട് നല്ലോണം ഒന്ന് പച്ച മണം പോകുന്ന വരെ വഴട്ടിയെടുക്കാം. ഇപ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. നേരത്തെ മാരിനേഷനിൽ 1 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. അതല്ലാതെയാണ് 1 ടീസ്പൂൺ. നിങ്ങൾക്ക് എരിവ് കുറവാണ് താല്പര്യമെങ്കിൽ ഇവിടെ ഇതിൽ കുറച്ചാൽ മതി. ഞങ്ങൾക്ക് ഇവിടെ 2 ടീസ്പൂൺ ആണെങ്കിലും കറക്റ്റായിട്ടുണ്ടാവും. നിങ്ങൾ ഇച്ചിരി എരിവ് കൂടുതലായിട്ടാണ് കഴിക്കുന്നത്, അത് കാരണം. ഇപ്പോൾ അതല്ലാതെ ഒരു വലിയ തക്കാളി നീളത്തിലരിഞ്ഞത് ഇതിൽ ഈ ടൈമിൽ ചേർക്കാം. ചേർത്തിട്ട് എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിക്കാം. എന്നിട്ട് കഴുകി അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലി ഇലയും പുതിന ഇലയും ഈ സ്റ്റേജിൽ തന്നെ ആഡ് ചെയ്യാം. ഈ സ്റ്റേജിൽ ഇത് ആഡ് ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ സ്മെല്ലും കാര്യമൊക്കെ നല്ലോണം ഒന്ന് ഇറങ്ങുന്ന ഫ്ലേവറൊക്കെ. അതുകൊണ്ട് ഈ സ്റ്റേജിൽ തന്നെ ഇതൊന്ന് ആഡ് ചെയ്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് നമുക്കിതൊന്ന് അടച്ച് വെക്കാം. ഈ തക്കാളി എല്ലാം കൂടി ഒന്ന് വഴണ്ട് വരട്ടെ. ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ തക്കാളിയെല്ലാം പകുതി വഴണ്ട് വന്നിട്ടുണ്ട്. ഈ ടൈമിൽ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾ പൊടി, ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, പിന്നെ ബിരിയാണി മസാലപ്പൊടി 20 ഗ്രാമാണ് ഞാനിവിടെ മെഷർ ചെയ്ത് എടുത്തിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 100 ഗ്രാം അരിക്ക് വന്നിട്ട് നമ്മൾ 5 ഗ്രാം ബിരിയാണി മസാല ഇടണം, അതാണ് കണക്ക്. അപ്പോൾ 400 ഗ്രാം അരി നമ്മൾ എടുത്തിട്ടുണ്ട്. അത് കാരണം വന്നിട്ട് ഇവിടെ 20 ഗ്രാം ഞാൻ ബിരിയാണി മസാല ഇടുന്നുണ്ട്.
ഇതിലേക്ക് നല്ലോണം ഇതൊന്ന് മൂത്ത് വന്നപ്പോഴേക്കും മസാല എല്ലാം കൂടി നമുക്ക് നേരത്തെ പുരട്ടി വെച്ചിരിക്കുന്ന ഇറച്ചി ഇതിലൊക്കെ ചേർക്കാം. ചേർത്ത് എല്ലാ മസാലയുമായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇപ്പോൾ ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ പിന്നെ ഇറച്ചി അടി പിടിക്കാൻ തുടങ്ങും. അത് കാരണം 1/4 കപ്പ് വെള്ളം നല്ലോണം ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്യണം. അതിനു മുമ്പ് ഇറച്ചിക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർക്കാം. നമ്മൾ മാരിനേറ്റ് ചെയ്യുമ്പോൾ ഉപ്പ് ചേർത്തിട്ടില്ല, ഇപ്പോഴാണ് ചേർക്കുന്നത്. ഇപ്പോൾ ഒരു 5-6 മിനിറ്റായി. തുറന്ന് നോക്കുമ്പോൾ ഈ ഇറച്ചിയിൽ നിന്ന് ഇത്രയും വെള്ളം വിട്ടിട്ടുണ്ട്. അത് കാരണമാണ് നമ്മൾ നേരത്തെ 1/4 കപ്പ് ഇട്ടത്. ഇനി ഇറച്ചിയും വെന്ത് വന്ന് ഇനി നമുക്ക് ബിരിയാണി വേവിക്കാനുള്ള വെള്ളം ഇതിലോട്ട് ചേർക്കാം. അപ്പോൾ 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളമാണ് കണക്ക്, 4 കപ്പ് അപ്പോൾ മൊത്തമായിട്ട്. പക്ഷേ നേരത്തെ തന്നെ നമ്മൾ 1/4 കപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ 3.25 കപ്പ് ഇപ്പം ആഡ് ചെയ്യാം. ആഡ് ചെയ്തിട്ട് ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് തിളച്ച് വരണം ഈ വെള്ളം. ബിരിയാണിക്ക് ആവശ്യമുള്ള ഉപ്പും ഇപ്പം നോക്കിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഈ വെള്ളത്തിൽ ഇച്ചിരി ഉപ്പ് കൂടുതലായിട്ട് നിൽക്കുന്നതാണ് കൊണ്ടാവണം, എന്നാലേ വെന്ത് വരുമ്പോൾ കറക്റ്റായിട്ടുണ്ടാകത്തുള്ളൂ. എന്നിട്ട് അതിൽ നമുക്കൊരു പകുതി നാരങ്ങയും കൂടി പിഴിയാം. അപ്പോൾ നല്ലോണം ഈ വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചിരുന്ന അരി ആഡ് ചെയ്ത് കൊടുക്കാം. അരി ആഡ് ചെയ്ത് കഴിഞ്ഞ് ഒരു പ്രാവശ്യം നമുക്ക് നല്ലോണം ഇതൊന്ന് ഇളക്കി കൊടുക്കാം. അത് കഴിഞ്ഞ് നമുക്ക് അത്രയും ഇളക്കാൻ പാടില്ല, കാര്യം എന്ന് വെച്ചാൽ പൊടിഞ്ഞു പോകും. എന്നാൽ ആഡ് ചെയ്ത ഉടനെ നല്ലോണം ഒന്ന് എല്ലായിടത്തും കൂടി മിക്സ് ആകുന്ന കണക്ക് ഇളക്കി കൊടുത്തിട്ട് നമുക്കിത് അടച്ച് വെച്ച് ഫ്ലെയിം ഇച്ചിരി കുറച്ചിട്ട് സിമ്മിൽ വെച്ചിട്ട് വേണം കുക്ക് ചെയ്യാൻ. ഒരു 10 മിനിറ്റോളമായി. വെള്ളം ഇനി മേളിലുണ്ടാകുന്ന കണക്കുണ്ടാവും, പക്ഷേ അരി വെന്ത്. ഈ സ്റ്റേജ് ആകുമ്പോഴേക്കും തന്നെ നമുക്ക് അടുപ്പ് ഓഫാക്കിയിട്ട് നല്ലോണം മൂടി അടച്ച് സൈഡിലേക്ക് ഈ അടുപ്പിൽ വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ചൂടായിട്ട് ഇത് സെർവ് ചെയ്യാവുന്നതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ്.